Hi guys, once again welcome back. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹൈദരാബാദിലാണ്. ഡോർ ബസാർ എന്ന സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റൂം എടുത്ത് ഇന്നലെ വീഡിയോസ് കണ്ടാൽ അറിയാം. അവിടെ സ്റ്റേ ഇനി ജസ്റ്റ് നമ്മളുടെ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഹൈദരാബാദിൽ. നെക്സ്റ്റ് നമ്മൾ ഡെസ്റ്റിനേഷൻ കവർ ചെയ്യണം. പിന്നെ നെക്സ്റ്റ് ഇത് ജാനുവരി ഞാൻ ഇവിടെ താഴെ കൊടുക്കാം ഡെസ്റ്റിനേഷൻ്റെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ ഇപ്പോൾ കോൾക്കൊണ്ട ഫോർട്ടിലേക്ക് ഏകദേശം ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട്. സ്കേറ്റിംഗ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചായ കുടിച്ചിട്ടില്ല, ചായ കുടിക്കണം. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കുടിക്കുക. ജസ്റ്റ് 10 കിലോമീറ്റർ ഉണ്ട്, നല്ല ട്രാഫിക് ഉണ്ടാവും, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റത്തെ ഡേ ആണ് ഹൈദരാബാദിൽ. നാളെ നമ്മൾ നേരെ ആന്ധ്രയിലേക്ക് പോകും. Head east, then turn left. ഗൈസ് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇനി, അത് കാണാൻ പറ്റുക. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലി 5 കിലോമീറ്റർ ടു റീച്ച് ദ. കുറച്ച് ടയേർഡാണ്, കുഴപ്പമൊന്നുമില്ല. കാല് നല്ല വേദന എടുക്കുന്നുണ്ട്. ഈ റൂട്ടാണ് നമുക്ക് പോകേണ്ടിയുള്ളത്. അത് കാണുന്ന സ്ട്രെയിറ്റ് നല്ല ട്രാഫിക്കാണുള്ളത്, നല്ല ട്രാഫിക് ഉണ്ട്. നമ്മളിങ്ങനെ പോയപ്പോൾ ഒരാളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. എവിടെയായിരുന്നു? ഷാഫി from Hyderabad. ഹൈദരാബാദ്. Now I am Mehdipatam now. മലയാളികളൊക്കെ പരിചയമുണ്ടെന്ന് പറഞ്ഞ്. How is the feeling? Nice, very nice. He's a good guy. നമ്മളിങ്ങനെ പോയോണ്ടിരിക്കുമ്പോൾ കണ്ടുമുട്ടിയാണ്. നല്ല കാര്യമാണ്. നമ്മൾ ചോദിച്ചു അങ്ങോട്ട് പോകേണ്ടിയേക്കാന്ന്. ജസ്റ്റ് ചായയൊക്കെ വാങ്ങിയിടാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ്. ചായയൊക്കെ ഞാൻ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ വിളിച്ചതാണ്. നല്ല മനുഷ്യനാണ്. Not good man. எங்க தமிழ்நாடு ஊரு எங்க பனியன்ல நல்லா இருக்கீங்க. தேங்க்யூ. என்ன பேரு? It's nice day. I'm a software engineer. எங்க? കേരള. Very nice. വയനാട്. അടിപൊളി. ഇറ്റ്സ് ഗുഡ് ടേസ്റ്റ്. അടിപൊളി ചായ കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് അവിടെ നിന്ന് കുടിക്കുന്നത്. ബിരിയാണികളിൽ നല്ല ടേസ്റ്റ് ഇരിക്കേ. Give me your telephone number. വാങ്ങിക്കുന്നത് ഷാഫി ഹൈദരാബാദാണ്. അപ്പോൾ നമ്മളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് നല്ല മനുഷ്യനാണ്. ഗുഡ് ഗായ്. ഓക്കെ ബൈ. ഓട്ടോ Slight left onto Mumbai Highway to Choki Road. Take the next left onto Mumbai Highway to Choki Road. പോയോണ്ടിരിക്കുകയാണ്. ഭയങ്കര ട്രാഫിക്കാണ്. വഴി തെറ്റിയോ തോന്നുന്നുണ്ട്. In 400 meters, turn left after Maharaja Sweets and then keep on to 7 Dunes Road. നമ്മൾ ഹൈവേ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരു നാനോ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡാണോന്ന് അറിയില്ല. ഗൂഗിൾ മാപ്പ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. എന്താ അത് ലോക്കായല്ലോ. അവിടെ എന്താ റോഡൊക്കെ പൊട്ടിയാണ്. നമുക്ക് കിട്ടിയത് നാനോ റോഡാണ്. ഗൂഗിൾ മാപ്പ് സജഷൻ ചെയ്താണ്. ഒരു പള്ളിയുണ്ട്. ഞാൻ പോയോണ്ടിരിക്കുകയാണ്. അത് ഏത് റൂട്ടാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം.
നല്ല നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അടിപൊളി. മാൻ ഒരു എൻട്രി പോയിന്റ് ഉണ്ട്. ഡെസ്റ്റിനേഷൻ ആണ് കാണുന്നത്. ഗോൽക്കൊണ്ട ഫോർട്ട്. നേരെ നോക്കി എങ്ങനെ കാണാൻ പറ്റും. അടിപൊളി. ഗോൽക്കൊണ്ട ഫോർട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അടിപൊളി പ്ലേസ് ആണ്. ഇഫ് യു കം ഹൈദരാബാദ് ജസ്റ്റ് വിസിറ്റ് ഗോൽക്കൊണ്ട ഫോർട്ട്. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണത്. അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നതിൽ ഏറ്റവും മുതലായത് ഇതാണ്. ഉള്ളിലായിട്ട് കയറിയിട്ടില്ല. അത് ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യട്ടെ. അങ്ങനെ അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് കയറാമെന്ന് വിചാരിച്ചു. ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക, അവർക്ക് ബാഗ് അലൗഡ് അല്ല. അപ്പോൾ അതിനോട് സ്കേറ്റിങ് മൈക്ക് അതിൻ്റെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ബാഗ് ഇവിടെ ലോക്കറിൽ വെക്കാൻ. അങ്ങനെ അവിടെ ലോക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ബാഗ് അങ്ങോട്ട് പോകുന്നൊരു ബാഗ് അലൗഡ് അല്ല. അപ്പോൾ വരുന്നവർ ശ്രദ്ധിക്കുക. ആൻഡ് സ്കേറ്റിംഗ് ഷൂ മൈക്ക് ഒന്നും അലൗഡ് അല്ല. അതിൻ്റെ ഈ മൈക്ക് ജസ്റ്റ് ഞാൻ പോക്കറ്റ് ഇട്ടുണ്ട്. ജസ്റ്റ് ഉള്ളിൽ കയറി നോക്കട്ടെ എങ്ങനെ ഉണ്ടോ നോക്കാൻ പറ്റും. നമ്മളങ്ങനെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ടിക്കറ്റിന് 20 റുപ്പീസാണ് വരുന്നത്. ക്യാമറ ഉണ്ടെങ്കിൽ അതിനും പൈസ ഉണ്ടാവും. ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. കുറേ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ. സ്കൂൾ പിള്ളേർ കുറേ ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്രൗഡുണ്ട്. അത്യാവശ്യത്തിന് ഉണ്ട്. കുറേ സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട് ഇവിടെ. കാണാൻ നല്ല ഭംഗിയാണ്. Man, nicely. Just going on top of the. നമുക്കതിൻ്റെ ടോപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. ഫോട്ടോസ് എടുക്കണം. ഇതിൻ്റെ ആർക്കിടെക്ചറൊക്കെ അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. Man. ഇതിൻ്റെ ആർക്കിടെക്ചർ നോക്കിയേ, എന്തൊരു ഭംഗിയല്ല കാണാൻ. ഭയങ്കര രസമുണ്ട്. അടിപൊളി. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും എനിക്ക് അത്ര അറിയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയാൽ മതി, കാണാൻ പറ്റും. അത്യാവശ്യം കാണാനുണ്ട് ഇവിടെ. ഉണ്ട്. ഈ സെൻറ്ററിൽ ഒരു സംഭവം വരുന്നുണ്ട് കണ്ടോ. അതിൻ്റെ ടോപ്പ് നോക്കി.
നൈസ് വ്യൂ, അടിപൊളി സ്പേസ് ആട്ടോ. ഇവിടെ കുറേ കാണാണ്ട് സംഭവങ്ങളൊക്കെ, വിചാരിക്കുന്ന പോലെയല്ല. ഉള്ളിലോട്ട് വന്നാലൊക്കെ ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ് ഈ സംഭവങ്ങളൊക്കെ. ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് എനിക്ക് അത്ര അറിവില്ല. ഗൂഗിൾ നോക്കേണ്ടി വരും. ഞാനെന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. നൈസ്. നിങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ 2 ദിവസം വാക്കിങ്ങിന് എന്തെങ്കിലും പോകേണ്ടി വരും. കാരണം കുറേ കയറാണ്ട്, കയറി ഊപ്പാടടക്കം. എനിക്കൊക്കെയാണ് ഫസ്റ്റ് ടൈം ജസ്റ്റ് ആയിട്ട് നമ്മൾ ഇത്രയും സ്റ്റെപ്പ് കയറുമ്പോൾ നല്ല ടയർഡ്. വി നീഡ് ടു ഹാർഡ് വർക്ക് ടു ക്ലൈംബിങ് ദിസ് ടോൾ സ്റ്റെയർസ്. ഹൈദരാബാദ് സിറ്റി മൊത്തം ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ടോപ്പിലാണ്. കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്നുണ്ട്. അടിപൊളി, നൈസ് വ്യൂ, അടിപൊളിയായിട്ട് വ്യൂസൊക്കെ. നമുക്ക് കുറച്ചും കൂടി ടോപ്പിലോട്ട് പോവാണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതിലങ്ങനെ ഇറങ്ങി നോക്കാം. നമ്മൾ എന്നായില്ലാണ് ദാറ്റ് ഡയറക്ഷൻ. After that we go in this direction. ഫൈനലി നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട്. കുറച്ചും കൂടി മുകളിലോട്ട് പോകാണ്ട്. Let's പോയേക്കാം. Man. And finally we on top of the Golconda Fort. ഇതാണ് ഇതിൻ്റെ ടോപ്പ്, ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ. ഇതാണ് ഇതിൻ്റെ ടോപ്പ്, ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ. ഇവിടെ നോക്കിയാൽ ഹൈദരാബാദ് സിറ്റി മൊത്തം കാണാൻ പറ്റും. നൈസ്. ഗേറ്റ് നോക്കിയ ഇവിടെ, ഗേറ്റ് നല്ല ഇരുമ്പിൻ്റെ ഗേറ്റാണ്, അടിപൊളി. നമ്മൾ നേരെ എക്സിറ്റ് അടിക്കാണ്, പോയിട്ട് ഫുഡ് അടിക്കണം. ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കാണണം, ഗോൾക്കൊണ്ട ഫോർട്ട്. When you come Hyderabad, you must visit once again here. It's essential. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വിട പറയാണ്, പോവാണ്. ഞാൻ ജസ്റ്റ് ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട് സംഭവം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടി അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു 2 സംഭവം കിട്ടിയിട്ടുണ്ട്. ഇത് മോരാണ്, മോര്. ആൻഡ് ഇതെന്തൊരു കറി പോലെ എന്തൊരു സംഭവം. അങ്ങനെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഇത് വേറെന്തൊരു ഗ്രേവി പോലത്തെ സംഭവം, ബിരിയാണി. ജസ്റ്റ് ഇത് കഴിക്കാം, ഇത് കഴിക്കാം. കഴിച്ചിട്ട് ഒരു ഉള്ളി എടുക്കാം. അങ്ങനെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ചാർമിനാർ പിടിക്കാൻ പോവാണ്. നെക്സ്റ്റ് ലൊക്കേഷൻ ചാർമിനാർ. അപ്പോൾ ജസ്റ്റ് പോയോണ്ടിരിക്കുകയാണ്. എനിക്ക് ചാർജ് ഇല്ല, ഒന്ന് ചാർജ് ചെയ്യണം ഫോണ്. മൈക്കിലും ചാർജ് കുറവാണ്. അതിന് ശേഷം നേരെ അവിടെ ഒന്ന് ഇരിക്കണം, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ജസ്റ്റ് പോകാനാണ് പ്ലാന്. ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ജസ്റ്റ് ഒന്ന് ഇരിക്കണം എവിടെയെങ്കിലും. ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ചാർമിനാർ പോകാൻ വേണ്ടി നമ്മൾ സ്കേറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ശേഷമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ പോവാം. പോയോണ്ടിരിക്കുകയാണ്. ജസ്റ്റ് 400 റോഡാണിത്. ജസ്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റിലൂടെ. ഇതാണ് നമ്മൾ ഫൈനലി ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ചാർമിനാർ ടിക്കറ്റ് ഉണ്ട്. എത്ര കുറച്ച് പൈസ ഉള്ളൂ, 20 or 25 ആയിട്ട് വരുന്നുള്ളൂ. അവിടെ മൊത്തം നല്ല ക്രൗഡുണ്ട്. വരുന്നവരൊക്കെ നന്നായി ശ്രദ്ധിക്കാം. പോക്കറ്റ് അടിയൊക്കെ കൂടുതലാണ് അവിടെ. ആ ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് എടുത്താണ്ട് നേരെ ഉള്ളിലോട്ട് കയറി വെക്കാം. കുറച്ച് പ്രൈസ് അവർ കൂട്ടി പറയും. 100 ഒക്കെ വരികയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് 50 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും, സ്കില്ലുണ്ടെങ്കിൽ ബാർഗൈൻ ചെയ്യാനുള്ള. ഏകിത്താ ബായ്. ഏകിത്താ अरे उनको बोलो जी। ഞാൻ എന്തെങ്കിലും കുടിക്കണം. 200 ആണ് ഇത് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് നമ്മളെ കേരളത്തിൻ്റെ ഒരു ഡിസൈനായിട്ട് വരുന്നില്ലേ, തെങ്ങ്, കോക്കനട്ട് ട്രീ, ബാഗിലൊക്കെ ഭയങ്കര നല്ല നല്ല രസമുണ്ട് കാണാൻ. കുറേ കളക്ഷൻ ഉണ്ട് ഇങ്ങനെ തന്നെ. ബ്ലാക്ക് ഉണ്ട്, പക്ഷേ ബ്ലാക്കിനായിട്ട് നല്ലത് മറ്റേ ഗ്രീനായിട്ട് വരുന്നതാണ്. അടിപൊളി, കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അടിപൊളി അടിപൊളി നല്ല കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ 200 ആണ്, അതും 200 ആണ്.
150-200 ആയിട്ട് വരുന്നുണ്ട് മൊത്തം. ചീപ്പ് റേറ്റ് ആണ്. നല്ല കളർഫുൾ ഡിസൈനൊക്കെ വരുന്നുണ്ട്. പോവോന്നും അറിയില്ല. ആ ഗ്രീൻ കളർ ഷർട്ട് ഞാൻ ജസ്റ്റ് വാങ്ങി 200-ന്. കുഴപ്പമില്ല. കളർ പോകുമെന്ന് ജസ്റ്റ് എനിക്ക് പേടിയുണ്ട്. അപ്പോൾ നോക്കാം. 20 rupees ജ്യൂസാണ് അവിടുത്തെ. നല്ല ചീപ്പാണ്. मैंगो आम का जूस, तरबूज सेब का जूस, क्या वाटरमेलन एप्पल जूस, मोहब्बत का ठंडा मीठा शरबत 20 रुपए गिलास। मैंगो आम का जूस, तरबूज, मोहब्बत का ठंडा मीठा शरबत 4 रोटी चिकन 65 100 रुपए में दे देगा। मैंगो आम का जूस, तरबूज, वाटरमेलन एप्पल जूस, मोहब्बत का ठंडा मीठा शरबत 20 रुपए गिलास। मैंगो आम का जूस, तरबूज सेब का जूस, वाटरमेलन एप्पल जूस, मोहब्बत मैंगो आम का जूस, तरबूज सेब का जूस, वाटरमेलन एप्पल जूस, मोहब्बत का ठंडा मीठा शरबत 20 रुपए गिलास। അടിപൊളി. നല്ല രസമുണ്ട്. मैंगो आम का जूस, तरबूज सेब का जूस, वाटरमेलन एप्पल जूस। ഇതാണ് ചാർമിനാർ. നല്ല ക്രൗഡുണ്ട്. ഭയങ്കര വീഡിയോസിൽ എങ്ങനെ കാണാൻ പറ്റും. ഭയങ്കര ക്രൗഡാണ്. എൻ്റെ ഫ്രണ്ട് അതാന്ന് അറിയുന്നില്ല. 4 ഭാഗം കാണാൻ ഒരുപോലെയാണ്. ഞാൻ അവിടുന്ന് ചെറിയൊരു കീച്ചൻ വാങ്ങി ചാർമിനാറിൻ്റെ. അടിപൊളിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ ബാഗൊന്നും അലോഡല്ല. അപ്പോൾ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം ഇവിടെ ഒട്ടും സേഫ് അല്ല. അവിടെ ബാഗ് വെക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ ചാർമിനാർ പറഞ്ഞിട്ട് ബാഗിൽ കാണാനാണ് ചാർമിനാർ. നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ദുഡാണ് റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ്. സാധാരണ പോലെ ഇവിടുന്ന് സ്കേറ്റ് ചെയ്യും. ഞാൻ റൂമിൽ പോവും. അപ്പോൾ ചാർമിനാറിൻ്റെ മുന്നിൽ വെച്ചാണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഒരു കീ ചെയിൻ വാങ്ങിയിട്ടുണ്ട്. വേണ്ടോ? ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ കാണാം. നാളെ ചിലപ്പോൾ നമ്മൾ ആന്ധ്രാപ്രദേശിലോട്ട് പോകും. ചിലപ്പോൾ സ്കേറ്റിങ്ങിലായിരിക്കും, ചിലപ്പം ട്രെയിനിലായിരിക്കും. അതിൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഹാവ് എ നൈസ് ഡേ. സീ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ.